everyone. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നെക്സ്റ്റ് മൾട്ടി പ്രോസസ്സർ ഇൻ്റർകണക്റ്റ് ആയ മൾട്ടി സ്റ്റേജ് ആൻഡ് കമ്പൈനിങ് നെറ്റ്വർക്ക്സിലെ ഒമേഗ നെറ്റ്വർക്കിനെ പറ്റിയാണ്. നമ്മൾ ഓൾറെഡി ഹൈറാർക്കിക്കൽ ബസ് സിസ്റ്റം, ക്രോസ് ബാർ സ്വിച്ച് ആൻഡ് മൾട്ടി പോർട്ട് മെമ്മറിയെ പറ്റി പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അറിയേണ്ട നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മൾട്ടി പ്രോസസ്സർ ഇൻ്റർകണക്റ്റ് ആണ് മൾട്ടി സ്റ്റേജ് ആൻഡ് കമ്പൈനിങ് നെറ്റ്വർക്ക്. അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൾട്ടി സ്റ്റേജ് നെറ്റ്വർക്കാണ് ഒമേഗ നെറ്റ്വർക്ക്. നമുക്കത് എന്താണ് എന്ന് ഡീറ്റെയിൽ ആയി നോക്കാം. മൾട്ടി സ്റ്റേജ് ആൻഡ് കമ്പൈനിങ് നെറ്റ്വർക്ക്സ്. മൾട്ടി സ്റ്റേജ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അവിടെ മൾട്ടിപ്പിൾ സ്റ്റേജസ് ഉണ്ട്. എന്തിനാണ് അങ്ങനെ മൾട്ടിപ്പിൾ സ്റ്റേജസ് ആക്കുന്നത്? നമുക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ക്രോസ് ബാർ സ്വിച്ചുകൾക്കും മൾട്ടി പോർട്ട് മെമ്മറിയുടെ ഒക്കെ മൾട്ടി പോർട്ട് മെമ്മറി സ്വിച്ചിനുമൊക്കെ ഉള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതൊട്ടും സ്കെയിലബിൾ അല്ല എന്നുള്ളതാണ്. അതായത് ഒരു സ്മോൾ അല്ലെങ്കിൽ ഒരു മീഡിയം നെറ്റ്വർക്കിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ആ നെറ്റ്വർക്കുകളെല്ലാം ബിൽഡ് ചെയ്തത്. നമുക്കതിനെ ഒരു ലാർജർ മൾട്ടി പ്രോസസ്സർ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് വളരെയധികം എക്സ്പെൻസീവും ആയിരുന്നു. അത് പോസിബിളും അല്ലായിരുന്നു, വളരെ കോംപ്ലിക്കേറ്റഡ് ആകുമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മൾട്ടി സ്റ്റേജ് നെറ്റ്വർക്കിൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയത്. രണ്ട് മൾട്ടി സ്റ്റേജ് നെറ്റ്വർക്ക്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഒമേഗ നെറ്റ്വർക്ക് ആൻഡ് ബട്ടർഫ്ലൈ നെറ്റ്വർക്ക്. മെയിനായിട്ട് ഏറ്റവും കൂടുതൽ പഠിച്ചു കണ്ടിട്ടുള്ള രണ്ടെണ്ണമാണ് ഒമേഗ നെറ്റ്വർക്കും ബട്ടർഫ്ലൈ നെറ്റ്വർക്കും. ഈ ഒരു ലെക്ചറിൽ കൂടുതലായും ഒമേഗ നെറ്റ്വർക്കിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒമേഗ നെറ്റ്വർക്ക് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം, അതിൻ്റെ റൗട്ടിംഗ് എങ്ങനെയാണ് എന്ന് വരെ ആയിരിക്കും ഈ ഒരു ലെക്ചർ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഇഷ്യൂസും അതിൻ്റെ പ്രോബ്ലംസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത ലെക്ചറിൽ നോക്കാം. ഇനി ഈ മൾട്ടി സ്റ്റേജ് മാത്രം പോരാ, ഒരു കമ്പൈനിങ് നെറ്റ്വർക്ക് എന്താണ് എന്നുകൂടി നമുക്ക് അറിയണം. അപ്പോൾ കമ്പൈനിങ് നെറ്റ്വർക്ക് എന്ന് വച്ചാൽ അതൊരു സ്പെഷ്യൽ ക്ലാസ് ഓഫ് മൾട്ടി സ്റ്റേജ് നെറ്റ്വർക്കാണ്. അതെന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൺഫ്ലിക്റ്റുകൾ വരാം. ആക്സസ് കോൺഫ്ലിക്റ്റുകൾ എന്തായാലും വരും. മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സാണ്, അതും പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് എങ്കിൽ ഉറപ്പായും കോൺഫ്ലിക്റ്റുകൾ വരാം. ആ കോൺഫ്ലിക്റ്റുകൾ നെറ്റ്വർക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി റിസോൾവ് ചെയ്യുകയാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ കമ്പൈനിങ് നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പ് നെറ്റ്വർക്ക്സ് ഉണ്ട്. മൾട്ടി സ്റ്റേജ് നെറ്റ്വർക്ക് അതിൻ്റെ തന്നെ ഒരു ടൈപ്പാണ് കമ്പൈനിങ് നെറ്റ്വർക്ക്. മൾട്ടി സ്റ്റേജ് നെറ്റ്വർക്കിൻ്റെ രണ്ട് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്സ് ആണ് ഒമേഗ നെറ്റ്വർക്കും ബട്ടർഫ്ലൈ നെറ്റ്വർക്കും. മൾട്ടി സ്റ്റേജ് ഇൻ്റർകണക്ഷൻ നെറ്റ്വർക്ക്സ് ശരിക്കും MIMDക്കും മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ മൾട്ടിപ്പിൾ ഡാറ്റാ സ്ട്രീം കമ്പ്യൂട്ടേഴ്സിനും സിംഗിൾ ഇൻസ്ട്രക്ഷൻ മൾട്ടിപ്പിൾ ഡാറ്റാ സ്ട്രീം കമ്പ്യൂട്ടേഴ്സിനും രണ്ടിനും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നമ്പർ ഓഫ് A/B സ്വിച്ചസ് ഉണ്ടാവും. അതായത് 2x2 ആവാം, 3x2 ആവാം, അങ്ങനെ പല സ്വിച്ചുകളാണ്. ആ സ്വിച്ചുകൾ ഉണ്ടാവും ഓരോ സ്റ്റേജിലും. അതിൻ്റെ ഉള്ളിൽ തന്നെ ഫിക്സഡ് ആയിട്ടുള്ള ഇൻ്റർകണക്ഷൻസ് ഉണ്ടാകും. ഈ സ്വിച്ചുകൾ തമ്മിൽ ഒരു സ്വിച്ചും വേറൊരു ലെവലുമായിട്ടാണ്, വേറൊരു സ്റ്റേജുമായിട്ടാണ് കണക്റ്റ് ചെയ്തിരിക്കുന്നത്. ആ ഇൻ്റർകണക്ഷൻസ് ചെയ്യുന്നത് ഡൈനാമിക്കലി സെറ്റപ്പ് ചെയ്യാം. സ്വിച്ചസ് ക്യാൻ ബി ഡൈനാമിക്കലി സെറ്റപ്പ് ടു എസ്റ്റാബ്ലിഷ് ഡിസൈഡ് കണക്ഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ഡിസൈഡ് കണക്ഷൻസ് നമുക്ക് ഡൈനാമിക്കലി സെറ്റപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഒരു മൾട്ടി സ്റ്റേജ് നെറ്റ്വർക്കായ ഒമേഗ നെറ്റ്വർക്ക് എന്താണ് എന്ന് നോക്കാം. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എൻ ബനിയൻ മൾട്ടി സ്റ്റേജ് ഇൻ്റർകണക്ഷൻ നെറ്റ്വർക്ക്. ഇത് നമുക്ക് ഒരു സ്വിച്ച് ഫാബ്രിക് ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു നെറ്റ്വർക്കാണ് ഈ ഒരു ഒമേഗ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് ഒരു ബനിയൻ നെറ്റ്വർക്കിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. ഒരു ബനിയൻ മൾട്ടി സ്റ്റേജ് ഇൻ്റർകണക്ഷൻ നെറ്റ്വർക്കാണ് ഈ ഒമേഗ നെറ്റ്വർക്ക്. ഇത് ഡിഫർ ചെയ്യുന്ന ഡെൽറ്റ നെറ്റ്വർക്ക് എന്ന് പറയുന്ന നെറ്റ്വർക്കുമായിട്ട് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതിൻ്റെ ഇൻ്റർകണക്ഷൻ പാറ്റേൺസ് ആണ് അതിനെ ഡിഫർ ചെയ്യുന്നത്. ഒമേഗയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പെർഫെക്റ്റ് ഷഫിൾ എന്ന് പറയുന്ന ഒരു ടെക്നീക്കാണ്. പെർഫെക്റ്റ് ഷഫിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഈക്വൽ ആയിട്ടുള്ള രണ്ട് പാർട്സ്, വൺ പാർട്ട് ഹാസ് എൻ ഓൾട്ടർനേറ്റീവ് ഇൻ അനദർ പാർട്ട്. അതാണ് പെർഫെക്റ്റ് ഷഫിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ഡെക്ക് ഓഫ് കാർഡ്സ് എടുക്കുകയാണ് എങ്കിൽ അതിനെ നമ്മൾ ഈക്വൽ ഡെക്കായിട്ട് ഡിവൈഡ് ചെയ്തേക്കാണ്. ഒരു കാർഡിൻ്റെ ഒരു ഡെക്കുണ്ട് നമ്മളുടെ കയ്യിൽ, നമ്മൾ ചീട്ട് കളിക്കുന്ന ആ കാർഡ്. അപ്പോൾ അതിൻ്റെ രണ്ട് ഈക്വൽ ഡെക്കായിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ആ ഒരു കാർഡിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്നിട്ട് നമ്മൾ അതിനെ ഷഫിൾ ടുഗെദർ ചെയ്യുകയാണ് വിത്ത് ഈച്ച് കാർഡ് ഫ്രം വൺ ഡെക്ക് ഓൾട്ടർനേറ്റിംഗ് വിത്ത് കറസ്പോണ്ടിങ് കാർഡ് ഫ്രം അനദർ ഡെക്ക്. രണ്ട് സെറ്റായിട്ട് വയ്ക്കുന്നു. ഒരു കാർഡ് വേറൊരു കാർഡിന് ഒരു ഓൾട്ടർനേറ്റീവായിട്ട് വേറൊരു കാർഡ് ഉണ്ടാകും. അതാണ് പെർഫെക്റ്റ് ഷഫിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് പെർഫെക്റ്റ് ഷഫിൾ എന്താണെന്ന് ഡെപ്തിൽ നോക്കാം. സോ എന്താണ് ഷഫിൾ എന്നറിയണം. സോ ഇൻ ദിസ് ഫിഗർ രണ്ട് ഫിഗേഴ്സാണ് തന്നിരിക്കുന്നത്. ഫിഗർ ഓഫ് എ പെർഫെക്റ്റ് ഷഫിൾ ആൻഡ് ആൻ ഇൻവേഴ്സ് പെർഫെക്റ്റ് ഷഫിൾ. പെർഫെക്റ്റ് ഷഫിളും ഇൻവേഴ്സ് പെർഫെക്റ്റ് ഷഫിളും. നമുക്ക് ഇതിൽ പെർഫെക്റ്റ് ഷഫിൾ മതി. ഇൻവേഴ്സ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, നമുക്കത് വേണ്ട. അപ്പോൾ പെർഫെക്റ്റ് ഷഫിൾ എന്താണെന്ന് അറിയണം. അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ അതായത് 1 is not connected to 1, 0 is connected to 0, 1 is connected to 2, 2 is connected to 4, 3 is connected to 6, 4 is connected to 1, 5 is connected to 3, 6 is connected to 5 and 7 is connected to 7. ഇതെങ്ങനെയാണിത് കണക്ട് ചെയ്തത്? ഇവിടെയും ഇതുപോലെ തന്നെ നേരെ അല്ല കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഷഫ്ലിംഗ് പാറ്റേൺ ഉണ്ട്. അതെങ്ങനെയാണ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇവിടെ ഇൻ്റർകണക്ഷൻസ് ചെയ്തിരിക്കുന്നത് റൊട്ടേറ്റ് ലെഫ്റ്റ് എന്ന മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ്. അതായത് നമ്മൾക്ക് എന്തിനെയാണോ റൊട്ടേറ്റ് ചെയ്യേണ്ടത്, എന്തിനെയാണോ കണക്ട് ചെയ്യേണ്ടത്, അതിനെ നമ്മൾ റൊട്ടേറ്റ് ലെഫ്റ്റ് ചെയ്ത് നോക്കുന്നു. ഇപ്പോൾ എനിക്ക് 1നെയാണ്, 0നെ നമുക്ക് ഷഫിൾ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, 0 തന്നെ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് 0 0 ആയിട്ടും 7ൻ്റെ ബൈനറീസ് 1 1 1 എല്ലാം 1 ആണെങ്കിലും ഷഫിൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 7നെ തന്നെ 7ലേക്ക് തന്നെ കണക്ട് ചെയ്തേക്കുന്നുള്ളൂ. സോ ലെറ്റ്സ് ടേക്ക് ആൻ എക്സാമ്പിൾ. 0 0 1 എന്ന് പറയുന്ന ഒരു നമ്പർ എടുക്കാം. ഇവിടെ ഇതിന് ഞാൻ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായി പോകുകയാണ്. സോ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഈ 1 ഇവിടെ വന്നു, ഈ 0 ഇവിടെ വന്നു, ഇവിടെ ഒരു പൊസിഷൻ വേക്കൻ്റ് ഉണ്ട്, അവിടേക്ക് ഈ കിടക്കുന്ന നമ്മുടെ MSB എടുത്ത് ഇടുന്നു. 0 1 0 0 1 0 എന്ന് പറഞ്ഞാൽ 2ൻ്റെ കോഡാണ്. അതുകൊണ്ടാണ് ഇതാ ഇവിടെ 2 വന്നത്. ഇനി അടുത്തത് നെക്സ്റ്റ് 2 എടുക്കുകയാണെങ്കിൽ 4ലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. സേ 0 1 0, അതിനെ നമ്മൾ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ 0 1 100. 100 is code for 4. അങ്ങനെയാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഈ ഷിഫ്റ്റിങ്ങിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സേ ഇപ്പോൾ 0 0 1നെ ഒരു തവണ ഷിഫ്റ്റ് ചെയ്തപ്പോൾ വി ഗോട്ട് 0 1 0 കിട്ടി. ഇനി 0 1 0നെ 1 ടൈം ഷിഫ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് 1 0 0 കിട്ടി. ഇനി ഈ 1 0 0നെ ഒന്നും കൂടി ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നമ്മൾ ആദ്യം എടുത്ത അതേ നമ്പർ തന്നെയാണ്, 0 0 1 തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അത് 3 സ്റ്റേജസ് ഉണ്ട് എങ്കിൽ അവസാനത്തെ സ്റ്റേജിൽ നമുക്ക് ഇൻപുട്ടിൽ കിട്ടിയ അതേ സാധനം തന്നെ ഇപ്പുറത്ത് കിട്ടും എന്നാണ് അതിൻ്റെ മീനിങ്. ഇതാണ് ഷഫ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി റൊട്ടേറ്റ് ലെഫ്റ്റ് എന്ന് മാത്രമാണ് ഇതിൻ്റെ അകത്ത് ചെയ്യാനുള്ളൂ. ഇനി എന്താണ് ഒമേഗ നെറ്റ്വർക്ക്? ഒമേഗ നെറ്റ്വർക്കിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനേ ആയിട്ടുള്ളൂ. നമ്മൾ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഒമേഗ നെറ്റ്വർക്ക് ഒരു സിംഗിൾ ഒമേഗ നെറ്റ്വർക്ക് എടുക്കുകയാണ്. ഇപ്പോൾ ഒരു സ്മോളസ്റ്റ് ഒമേഗ നെറ്റ്വർക്ക് സേ വി ക്യാൻ കൺസ്ട്രക്ട് യൂസിങ് എ 2x2 സ്വിച്ച്. അത് 2x2 തന്നെ ആവണമെന്നില്ല, n/m സ്വിച്ച് ആവാം. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ സ്റ്റേജസ് ഒക്കെ കൂടി വരും. നമ്മളിവിടെ എടുക്കുന്നത് ഒരു 2x2 സ്വിച്ച് വെച്ചിട്ട് ഉള്ള ഒരു 8 ഇൻപുട്സും 8 ഔട്ട്പുട്ടുമുള്ള ഒരു ഒമേഗ നെറ്റ്വർക്കാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ അതിന് നമുക്ക് 2x2 സ്വിച്ചസ് മതി. n ഇൻപുട്ട് ഒമേഗ നെറ്റ്വർക്കിന് log 2n സ്റ്റേജസ് ഉണ്ടാകും. അതായത് 2x2 ഓഫ് 2x2 സ്വിച്ചസ്, 2x2 സ്വിച്ചസ് ഉള്ള അങ്ങനത്തെ log 2n നെറ്റ്വർക്ക്സ് സ്റ്റേജസ് ഉണ്ടാകും n ഇൻപുട്ട് ഒമേഗ നെറ്റ്വർക്കിന്. സേ ഇപ്പോൾ എൻ്റെ 8 ഇൻപുട്ട് ഉണ്ട് എങ്കിൽ log to the base 2 8 എന്ന് പറഞ്ഞാൽ 3 സ്റ്റേജസ് ഉണ്ടാവും ഓഫ് 2x2 സ്വിച്ചസിൻ്റെ 3 സ്റ്റേജസ് ഉണ്ടാകും. 3 stages are there for a n input, say 8 input omega network. ഓരോ സ്റ്റേജിലും ഇപ്പോൾ ഇതിൻ്റെ അകത്ത് 3 സ്റ്റേജ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഒരു സ്റ്റേജ് എടുത്താൽ ആ ഒരു സ്റ്റേജിൽ n എന്ന് പറഞ്ഞാൽ ഇവിടെ 8 ഡിവൈഡഡ് ബൈ സ്വിച്ചിൻ്റെ സൈസ് ഇസ് 2, ദാറ്റ് ഈസ് 4 സ്വിച്ചസ് ഉണ്ടാകും ഒരു, അല്ലെങ്കിൽ 4 മൊഡ്യൂൾസ് ഉണ്ടാകും ഓരോ സ്റ്റേജിൻ്റെ അകത്തും. ഈച്ച് സ്വിച്ച് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലി കൺട്രോൾഡ് ആണ്. ഈ ഒരു സ്വിച്ചിൻ്റെ അകത്ത് ഒരു പോസിബിൾ ഒരൊറ്റ 2x2 സ്വിച്ച് എടുക്കുകയാണെങ്കിൽ അതിന് വരാവുന്ന 4 കണക്ഷൻസ് ആണ് സ്ട്രെയിറ്റ്, ക്രോസ് ഓവർ, അപ്പർ ബ്രോഡ്കാസ്റ്റ് ആൻഡ് ലോവർ ബ്രോഡ്കാസ്റ്റ്. ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് വഴിയെ പഠിക്കാം. അപ്പോൾ ഇതാണ് സ്ട്രെയിറ്റ്, ഡയറക്റ്റ് നേരെ തന്നെ പോകുന്നതിനെയാണ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നേരെയാണ്, അതുകൊണ്ടാണ് സ്ട്രെയിറ്റ്. ക്രോസ് ഓവർ എന്ന് പറഞ്ഞാൽ 0 നേരെ താഴെയും 1 നേരെ മുകളിലും വരുന്നത് ക്രോസ് ഓവർ. അപ്പർ ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ മുകളിലുള്ളതിനെ ഔട്ട്പുട്ടായി രണ്ട് ഔട്ട്പുട്ടിലും ഫസ്റ്റ് 1 എന്ന് പറയുന്ന ഇൻപുട്ടിനെയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ, അതായത് ഇതിനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ബ്രോഡ്കാസ്റ്റ് ചെയ്യാണ്, അതാണ് അപ്പർ ബ്രോഡ്കാസ്റ്റ്. ലോവർ ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ താഴെയുള്ളതിനെ രണ്ടിലേക്കും കൊടുക്കുന്നത് ലോവർ ബ്രോഡ്കാസ്റ്റ്. ഇതാണ് ഒമേഗ നെറ്റ്വർക്കിൽ വരാവുന്ന ഡിഫറെൻറ്റ് കണക്ഷൻസ്. ഇനി ഷഫിൾ, എക്സ്ചേഞ്ച് ആൻഡ് റീസർക്കുലേറ്റിംഗ് നെറ്റ്വർക്ക് ഫോർ n = 8. എങ്ങനെയാണ് ഈ ഷഫ്ലിംഗ് വർക്ക് ചെയ്യുന്നത്, അതായത് ഒരു ഷഫിൾ ചെയ്യുമ്പോൾ എന്തിലേക്കൊക്കെയാണ് കണക്ഷൻ വരുന്നത് എന്നുള്ളതാണ് ഈ കൊടുത്തിരിക്കുന്ന ഫിഗർ. ഈ ഫിഗർ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാകണമെങ്കിൽ നമ്മൾ ആ നെറ്റ്വർക്ക് വരയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ക്ലിയർ ആകും. അപ്പം നമുക്ക് അത് ആദ്യം നെറ്റ്വർക്ക് വരയ്ക്കാം, എന്നിട്ട് നോക്കാം ഇതൊന്നും കൂടി. ഇതാണൊരു 8x8 ഒമേഗ നെറ്റ്വർക്ക്. ഇറ്റ് ഹാസ് 3 സ്റ്റേജസ്, സ്റ്റേജ് 0, സ്റ്റേജ് 1 ആൻഡ് സ്റ്റേജ് 2. 8 ഇൻപുട്ട് ഉണ്ട്, 0 to 7 ഇൻപുട്ട്സ്. ദർ ആർ സം കണക്ഷൻസ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒന്നും സ്ട്രെയിറ്റ് കണക്ഷൻസ് അല്ല, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ വരകൾ വരച്ചിരിക്കുന്നു. നമുക്കത് എന്താണെന്ന് അറിയില്ല. സോ വി നീഡ് ടു എക്സ്പ്ലോർ വാട്ട് ഹാപ്പൻഡ് ഇൻ ഹിയർ. അത് നമുക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. അതറിയലാണ് നമ്മുടെ അടുത്ത ജോലി എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഒരു നെറ്റ്വർക്ക് എങ്ങനെ വന്നു എന്ന് നോക്കാം. സോ ഇത് നേരത്തെ കണ്ട ഫിഗറിൻ്റെ ഒരു ബേസ് ലെവൽ ഫിഗറാണ്. സോ വി ക്യാൻ എക്സ്പ്ലോർ വാട്ട് ഹാപ്പൻ ഇൻ ദിസ്. സോ ഫസ്റ്റ് ഇൻപുട്ട് ഇസ് 0 എന്ന് പറയുന്നത് എങ്ങോട്ടേക്ക് കണക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. സ്റ്റേജ് 0ൽ നമുക്കിപ്പോൾ 0 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 1ലേക്ക് മാത്രമേ കണക്ട് ചെയ്യാനുള്ളൂ. സോ ഞാൻ ഇവിടേക്ക് കണക്ട് ചെയ്തു. ഇത് ഇപ്പോൾ നേരെ മാത്രമേ ഇത് പോകാനായിട്ടുള്ളൊരു വഴിയുള്ളൂ, 0 ആയതുകൊണ്ട് 0 is connected to 0 itself. ഇനി അടുത്തത് എൻ്റെ 1 ആണ്. ഈ 1നെ എങ്ങോട്ട് കണക്ട് ചെയ്യണം? 1 must be connected. It must be connected in a perfect shuffle വേണം കണക്ട് ചെയ്യാനായിട്ട്. ഷഫിൾ ചെയ്ത് വേണം ഇത് കണക്ട് ചെയ്യാനായിട്ട്. സോ 1നെ ഷഫിൾ ചെയ്താൽ എന്ത് സംഭവിക്കും? സോ 001നെ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്താൽ 001നെ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്താൽ വാട്ട് വിൽ വി ഗെറ്റ്? 1 0 0 കിട്ടി. അപ്പോൾ എനിക്ക് കണക്ട് ചെയ്യേണ്ടത് 2ലേക്കാണ് ഈ 1നെ കണക്റ്റ് ചെയ്യേണ്ടത്. സോ ഞാനിത് ഇങ്ങോട്ടേക്ക് കണക്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ഇത് കിട്ടി. ഇനി അടുത്തത്, ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുകയാണ്. ഇനി ഈ ഔട്ട്പുട്ട് എങ്ങോട്ട് കണക്ട് ചെയ്യണം? ഇപ്പം ഞാൻ ഇവിടെ നിന്നു, എവിടെയാണ് നിൽക്കുന്നത്, ഇതിൻ്റെ ഔട്ട്പുട്ട് ഇനി എങ്ങോട്ട് കണക്ട് ചെയ്യണമെന്ന് എനിക്കറിയണം.
അപ്പോൾ ഇനി നോക്കുകയാണെങ്കിൽ ഇതിനെ ഒന്നും കൂടി ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്താൽ എങ്ങോട്ട് പോകും? അങ്ങോട്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് കണക്റ്റ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് 0 1 0ലാണ്. അതിനെ ഞാൻ ഒന്നും കൂടി ഷിഫ്റ്റ് ചെയ്യാണ്. 0 1 0. സോ ഐ ഗോട്ട് 4 കിട്ടി. 4 എന്ന് പറയുന്നത് ഇതാണ്. സോ ഞാൻ ഇതിനെ 4ലോട്ട് കണക്റ്റ് ചെയ്തു. ഇനി ഞാൻ 4നെ വീണ്ടും ഒന്നും കൂടി ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. 0 0 ഈ 1 ഇവിടെ വന്നു. 1 0 0 1 എന്ന് പറയുന്നത് മുകളിലാണ്. ഇതാണ് 0 0 1. അതിലേക്ക് ഞാൻ ഇതിനെ കണക്ട് ചെയ്യാൻ പോവാണ്. സോ ഞാൻ എവിടെ നിന്നാണ് തുടങ്ങിയത്? 0 0 1ൽ തുടങ്ങി 0 0 1ൽ ഞാൻ തിരിച്ച് എത്തി. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കണക്റ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് വരച്ച് നോക്കാം. അപ്പം ഞാൻ ഇനിയുള്ളതിനെ ഷിഫ്റ്റ് ചെയ്ത് എല്ലാത്തിനെയും ഷിഫ്റ്റ് ചെയ്ത് കാണിക്കണമെന്നില്ല. ചിലതിനെയൊക്കെ ഞാൻ ഷിഫ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. സോ ഇങ്ങനെ നമുക്ക് അടുത്തൊരു കളറ് ചൂസ് ചെയ്യാം. സോ ഐ ഗോട്ട് ഗ്രീൻ. ഇനി അടുത്തത് 2 ആണ്. 2 is 0 1 0. 0 1 0നെ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ what will we get? 0 1 0 ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 0 1 0. We got 100. So 4ലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. So this will be connected to 4. 4നെ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്താൽ 100നെ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്താൽ ഐ ഗോട്ട് 1 ആണ് കിട്ടുന്നത്. നേരത്തെ നമ്മൾ കണ്ടതാണ്. ഇപ്പം ഇതിനെ ഇവിടേക്ക് കണക്ട് ചെയ്തു. 1നെ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്താൽ വാട്ട് വിൽ വി ഗെറ്റ്? 0 0 1. 1നെ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്താൽ 1 0 0 1 0 കിട്ടും. 0 1 0 എന്ന് പറയുന്നത് ഇതാണ്. ദിസ് വിൽ ബി കണക്റ്റഡ് ഹിയർ. ഇങ്ങനെ നമുക്ക് ഇതിനെ അടുത്തത് എടുക്കാം. ഇനി നെക്സ്റ്റ് വൺ ഇസ് അടുത്തത് ഇസ് 0 1 1നെയാണ് നമുക്കിനി അടുത്തത് നോക്കേണ്ടത്. 0 1 1നെ കണക്ട് ചെയ്ത് നോക്കണം. 0 1 1 0 1 1 is 3. 3നെ once ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്താൽ we get 6. 1നെ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്താൽ we get 6. 6നെ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്താൽ we get 5. 1 0 1 കിട്ടും. ഈ 1 ഇപ്പുറത്ത് വരും. ഇത് രണ്ടെണ്ണം ഒന്ന് ഇങ്ങോട്ട് നീങ്ങും. സോ 1 0 1 കിട്ടും. ഇനി 1 0 1നെ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഐ ഗെറ്റ് 0 1 1 കിട്ടും. 0 1 1 that will be connected here. Then ഇത് നേരെ ഔട്ട്പുട്ടിലേക്ക് കണക്റ്റഡ് ആണ്. This is connected, this is connected. Next is 4. 4 1 0 0 ആണ്. അത് ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 0 0 1 കിട്ടും. 0 0 1 കിട്ടും. So this will be connected here. 0 0 1 ഇവിടെ കിട്ടി. ഇനി ഈ 1നെ 0 0 1നെ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ we will get 0 1 0 കിട്ടും. ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്തു. അടുത്തത് ഈ 0 1 0നെ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ we get 1 0 0 4ലേക്ക് കണക്ട് ചെയ്തു. ഇനി അടുത്തത് we can use 5. 1 0 1നെ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്താൽ 1 0 1 ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 1 0 and here we will have 1 0 1 1 കിട്ടും. 0 1 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇവിടേക്ക് കണക്ട് ചെയ്തു. നെക്സ്റ്റ് ഈ 3നെ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്താൽ 1 1 0 കിട്ടും. ദാറ്റ് ഇസ് 6. 6ലേക്ക് കണക്ട് ചെയ്യാം. അടുത്തത് 6 ഒന്നും കൂടി ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷിഫ്റ്റ് 6 നമുക്ക് കിട്ടി. 6ൽ തുടങ്ങി 6ലെത്തി. നെക്സ്റ്റ് 1 6 കൂടെ കഴിഞ്ഞാൽ പിന്നെ 7 ഉള്ളൂ. 7 ഉള്ളൂ. സോ 7 will be connected as everything got lost.
സോ 7 കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ആയി. സോ ദിസ് ഇസ് ഹൗ നമ്മൾ നമ്മുടെ ഇൻ്റർകണക്ഷൻ നെറ്റ്വർക്ക് ഇങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഹൗ വി മേക്ക് അവർ ഇൻ്റർകണക്ഷൻ നെറ്റ്വർക്ക്. ഇങ്ങനെയാണ് കണക്ഷൻസ്. 2 will be connected here. Next 1 will be connected here. 1 will be connected here. 3 will be connected here. This will be connected here. This will be connected here. 4 will be connected here. This one will be connected here. ഇവൻ തമ്മിൽ ആ കണക്ഷൻസ് എല്ലാം സെയിം തന്നെയാണ്. കണക്ട് ചെയ്തേക്കുന്ന രീതികളെല്ലാം സെയിം ആണ്. നമ്മൾ നോക്കിയാൽ അറിയാം എല്ലായിടത്തെയും ആരോ മാർക്സ് കറക്റ്റ് തന്നെയാണ്. 5 will be connected here. 6 will be connected here. Connected here. Connected here. 5 will be connected here and 6 will be connected here. This is how we will draw our interconnection network. ഒരിടത്തുനിന്ന് തുടങ്ങുക, ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുക, ഔട്ട്പുട്ടിലെത്തുക, ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുക, ഔട്ട്പുട്ടിലെത്തുക, ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുക, ഔട്ട്പുട്ടിലെത്തുക. Finally, we will reach in the same position we started. This is how we draw an omega network. Next is self-routing in an omega network. എങ്ങനെയാണ് ഒമേഗ നെറ്റ്വർക്കിൽ റൗട്ടിംഗ് ചെയ്യുന്നത്? അതായത് ഒരു സ്ഥലത്തു നിന്ന് തുടങ്ങി നമുക്ക് എങ്ങനെ ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് എത്താം. അതാണ് സെൽഫ് റൗട്ടിംഗ് ഇൻ എൻ ഒമേഗ നെറ്റ്വർക്ക്. അതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ബിഗ് ഓഫ് n log n ആണ്. സെൽഫ് റൗട്ടിംഗ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഡെസ്റ്റിനേഷൻ ടാഗ് റൗട്ടിംഗ് ആണ്. അതായത് ഓരോ പ്ലേസിലും വി വിൽ ഹാവ് എ ടാഗ്. ആ ടാഗ് ഓരോ ഇൻപുട്ട് സ്വിച്ചിലേക്കും നമ്മൾ കൊടുക്കും. ആ ടാഗിൻ്റെ അകത്തുള്ളത് അടുത്ത ഇത് എങ്ങോട്ടാണ് പോകേണ്ടത് അതിൻ്റെ ഡെസ്റ്റിനേഷനിലേക്കുള്ള ഒരു പേരായിരിക്കും. ഇപ്പോൾ ആ ബിറ്റ് 0 ആണ് എങ്കിൽ ആ പോകേണ്ട നമ്മുടെ ടാഗിലുള്ള ഇതിൻ്റെ അകത്തെ ആ പെർട്ടിക്കുലർ ബിറ്റ് 0 ആണ് എങ്കിൽ ഇറ്റ് വിൽ ബി കണക്റ്റഡ് ടു അപ്പർ ഔട്ട്പുട്ട്. 1 ആണ് എങ്കിൽ ലോവർ ഔട്ട്പുട്ടിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. രണ്ട് സ്വിച്ചും സെയിം 0 അല്ലെങ്കിൽ 1ലേക്കാണ് ചോദിക്കുന്നത് എങ്കിൽ then it will give a switch conflict തരും. one of them is connected. ഒരെണ്ണത്തിനെ ബഫർ ചെയ്യും അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും. ഇവിടെ നെറ്റ്വർക്ക് കോൺഫ്ലിക്റ്റ് വരികയാണെങ്കിൽ റൗണ്ട് റോബിൻ മെക്കാനിസം ആണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഇസ് ആക്ച്വലി കോസ്റ്റ് എഫക്റ്റീവ് ആണ് കമ്പയർഡ് ടു ക്രോസ് ബാർ ഒക്കെ വെച്ചിട്ട്. പക്ഷെ ബാൻഡ് വിഡ്ത്ത് ഇത്തിരി കുറവാണ്. ദാറ്റ്സ് ഫൈൻ അൺലെസ് വി ഹാവ് എ കോസ്റ്റ് എഫക്റ്റീവ് തിങ്. സോ ഹൗ സെൽഫ് റൗട്ടിംഗ് ഇൻ ഒമേഗ നെറ്റ്വർക്ക് വർക്ക് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇവിടെ ഒരു ടാഗിങ് മെക്കാനിസം ഉണ്ട്. സോ ഇവിടെ ഈ 4 എന്ന് പറയുന്നതിനെ എനിക്ക് ഇൻപുട്ട് പോർട്ടിൽ നിന്ന് ഔട്ട്പുട്ട് പോർട്ടിലെത്തണം. സോ 100 എന്നാണ് നമ്മുടെ 4ൻ്റെ ബൈനറി എന്ന് പറയുന്ന 100 എന്നാണ്. ഇതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഇവിടെ. ഈ 100 എന്ന് പറയുന്നത് ഓരോ ലെവലിനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. 1 ഫോർ ദിസ് ലെവൽ, 0 ഈ ലെവലിൻ്റെയാണ്, ഈ 0 ഈ ലെവലിൻ്റെയാണ്. അപ്പോൾ ഈ ലെവലിൽ നിൽക്കുമ്പോൾ നമ്മൾ ഈ 1നെയാണ് എടുക്കുക, ഈ ലെവലിൽ നിൽക്കുമ്പോൾ ഈ 0നെയാണ് ചൂസ് ചെയ്യുക, ലാസ്റ്റ് ലെവലിൽ നിൽക്കുമ്പോൾ നമ്മുടെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് അല്ലെങ്കിൽ LSBനെയാണ് ചൂസ് ചെയ്യുക. സോ 4 അതിനെയാണ് നമുക്ക് ഔട്ട്പുട്ട് പോർട്ടിൽ എത്തിക്കേണ്ടത്. സോ ഇറ്റ് സ്റ്റാർട്ട് വിത്ത് 1ൽ നിന്ന് തുടങ്ങി 1 4 എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ 1 ഇവിടെയാണ് നമ്മൾ 4 നിൽക്കുന്നത്. സോ ഈ 4നെ ഫസ്റ്റ് 1 ഈസ് കണക്റ്റഡ് ടു ഈ പെർട്ടിക്കുലർ ലൊക്കേഷനിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്, 2ലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്, ഇവിടേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. സോ ഈ 4നെ ഈ സ്വിച്ചിലേക്ക് കൊണ്ടുവന്നു. നെക്സ്റ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പൊസിഷനിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ഇതിൻ്റെ MSB നോക്കും. അതായത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ഇസ് 1 ഇൻ ഹിയർ. 4ൻ്റെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ഇസ് 1 ആണ്. 1 എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു
നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നു. ബിറ്റ് 1 ആണ് എങ്കിൽ ലോവർ ഔട്ട്പുട്ടിലേക്കും ബിറ്റ് 0 ആണ് എങ്കിൽ അപ്പർ ഔട്ട്പുട്ടിലേക്കുമാണ് കണക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ വരുമ്പോൾ ഈ ലെവലിൽ നമ്മൾ 1 ആണോ 0യിലേക്കാണോ കണക്ട് ചെയ്യുന്നതെന്ന് നമുക്കറിയണം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അതിൻ്റെ MSB നോക്കുമ്പോൾ ഇത് ഫസ്റ്റ് ലെവലാണ് അല്ലെങ്കിൽ 0th ലെവലാണ്. 0th ലെവലിൽ നമ്മൾ MSB ആണ് നോക്കുന്നത്. MSB എന്ന് പറയുന്ന 1 ആണ്. 1 ആയതുകൊണ്ട് വി വിൽ ബി കണക്റ്റഡ് ഡൗൺ, താഴത്തേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഈ സ്വിച്ച് നേരെ ഇങ്ങോട്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ താഴത്തേക്ക് കണക്ട് ചെയ്യാം. 2 വേ ആണുള്ളത്, ഒന്നെങ്കിൽ ഇങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട്. ഇതിൻ്റെ MSB 1 ആയതുകൊണ്ട് നമ്മൾ താഴത്തേക്ക് കണക്ട് ചെയ്യും. ഇപ്പോൾ 0 0 0 എന്നായിരുന്നെങ്കിൽ 0 ആയിരുന്നു എങ്കിൽ ഫസ്റ്റ് എങ്കിൽ നമ്മൾ നേരെ കണക്റ്റ് ചെയ്തേനെ. ഇവിടെ 1ൽ നിന്നാണ് തുടങ്ങിയത്, ദെൻ 4 ഇവിടെ എത്തി. ഇവിടെ 4ൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ 4ൻ്റെ MSB ഈസ് 1 ആയതുകൊണ്ട് താഴത്തേക്ക് നമ്മൾ കണക്ട് ചെയ്യുകയാണ്. സോ താഴത്തെത്തി ഈ 4. എല്ലായിടത്തും ആ ഒരു 4 എന്ന് പറയുന്ന ടാഗ് നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഈ ഒരു നെറ്റ്വർക്ക് കണക്ട് ചെയ്തേക്കുന്നത് ഇതാ ഇങ്ങനെയാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് വിൽ ബി കണക്റ്റഡ് ടു ദിസ് പെർട്ടിക്കുലർ ബോക്സ് സ്വിച്ചിലേക്കാണ് കണക്റ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ നിന്ന് ഇവിടേക്കൊന്നും പോവാണ്ട് നേരെ ഇവിടേക്കാണ് കണക്റ്റ് ചെയ്തേക്കുന്നത്. ആ കണക്ഷൻ എങ്ങനെ വന്നു നമുക്കറിയാം. ഇറ്റ്സ് എ പെർഫെക്റ്റ് ഷഫിൾ. ആ ഷഫ്ലിംഗ് ചെയ്ത് ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തപ്പോഴാണ് നമ്മൾ താഴത്ത് എത്തിയത്. അതുകൊണ്ടാണ് അവിടേക്ക് ഒരു ആരോ മാർക്ക് വന്നത്. സോ ഇത് ഇവിടെ താഴെ എത്തി. ഇനി എഗെയിൻ ഒരു ഡിസിഷനാണ്. എഗെയിൻ നമുക്ക് ഡിസൈഡ് ചെയ്യണം 1 0 0. സോ സെക്കൻഡ് ലെവലിൽ നമ്മൾ നോക്കുന്നത് ഈ 0നെയാണ്. 0 കാണുകയാണെങ്കിൽ നമ്മൾ മുകളിലേക്ക് കണക്ട് ചെയ്യും, 1 കാണുകയാണെങ്കിൽ താഴത്തേക്ക് കണക്ട് ചെയ്യും. ഹിയർ വി ഹാവ് എ 0 ആയതുകൊണ്ട് വി കണക്ട് എബവ് പോർട്ടിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. കണക്ട് ചെയ്തു. എഗെയിൻ നമുക്ക് ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഇനി ഈ വഴി പോകാണ്ട് നിർവാഹമില്ല, ഇവിടെയാണ് നിൽക്കുന്നത്. സോ നമ്മൾ മുകളിലെത്തി കഴിയുമ്പോൾ നമുക്ക് എഗെയിൻ ഒരു ഡിസിഷൻ ഉണ്ട്, 0യിലേക്ക് പോകണോ 1ലേക്ക് പോകണോ എന്ന്. എല്ലായിടത്തും 0 and 1 ഉണ്ട്. 0 വേണോ 1 വേണോ എന്ന് ചൂസ് ചെയ്യണം. ഒന്നെങ്കിൽ മുകളിലേക്ക് പോകാം അല്ലെങ്കിൽ താഴത്തേക്ക് പോകാം. ഇവിടെ നോക്കും, എഗെയിൻ 1 0 0 ആണ്. 1 ഫോർ ദിസ് സ്റ്റേജ്, ഈ 0 ഫോർ ദിസ് സ്റ്റേജ് ആൻഡ് ദിസ് 0 ഫോർ ദിസ് പെർട്ടിക്കുലർ സ്റ്റേജ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 0 ആയതുകൊണ്ട് വി ക്യാൻ മൂവ് അപ്പ്, മുകളിലേക്കാണ് നമ്മൾ പോയത്. സോ വി വിൽ റീച്ച് ഇൻ ദ ഡെസ്റ്റിനേഷൻ ആൻഡ് വി ഗോട്ട് എ 4. This is how we self-route in a Omega network. Omega network routing work ചെയ്യുന്നത് ഇങ്ങനെയാണ്. So this is about Omega networks, how to draw a network and how we can route in an Omega networks. ഈ ഒമേഗ നെറ്റ്വർക്സിന് കുറച്ച് ഡ്രോബാക്സ് അല്ലെങ്കിൽ അതിൽ വരാവുന്ന കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ആ ഇഷ്യൂസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ദിസ് ഈസ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച്.